ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2021 ജൂലൈ മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പല ആൾക്കാർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്, PSC ബേസിക്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഡൗട്ടുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ത്യയുടെ ട്രാക്കിലെ ഇതിഹാസമായ പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗ് കോവിഡ് ബാധിച്ച് മരിച്ചു. 1960 റോ ഒളിമ്പിക്സിൽ 400 മീറ്ററിൽ ഐതിഹാസിക പ്രകടനമാണ് നമ്മുടെ മിൽഖ സിംഗ് നടത്തിയത്. ഏതിലാണ്? 1960 ഏത് റോം ഒളിമ്പിക്സിൽ. 1959 പത്മശ്രീ നേടിയിട്ടുണ്ട്. 1959 ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത കവി, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന എസ് രമേശൻ നായർ അന്തരിച്ചു. 2010 കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരവും 2018 ഗുരു പൗർണമി എന്ന കാവ്യ സമാഹാരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സാമിന് ചോദിക്കാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഗുരു പൗർണമി അല്ലെങ്കിൽ ഗുരു പൗർണമി എന്ന കാവ്യ സമാഹാരം രചിച്ചതാര്? ആരാണ് രചിച്ചത്? എസ് രമേശൻ നായരാണ്. എസ് രമേശൻ നായർ. അടുത്തത്, നിരവധി നിത്യഹരിത ഗാനങ്ങൾ രചിച്ച പൂവച്ചൽ ഖാദർ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്നാണ്. അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളാണ് ഒന്ന് കളിവീണ, അടുത്തത് പാടുവാൻ പഠിക്കുവാൻ. കളിവീണ, പാടുവാൻ പഠിക്കുവാൻ എന്നീ കവിതാ സമാഹാരങ്ങളുടെ രചയിതാവാരാണ്? പൂവച്ചൽ ഖാദറാണ്. ചിത്തിരത്തോണി എന്ന ഗാനസമാഹാരം, ചിത്തിരത്തോണി എന്ന ഗാനസമാഹാരവും ആരുടേതാണ്? പൂവച്ചൽ ഖാദറിൻ്റെതാണ്. അപ്പോൾ പൂവച്ചൽ ഖാദറിൻ്റെത് മറക്കരുത്. കളിവീണ, പാടുവാൻ പഠിക്കുവാൻ. പിന്നെ ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ചിത്തിരത്തോണി എന്ന ഗാനസമാഹാരം. ഇത്രയും പൂവച്ചൽ ഖാദറിൻ്റെതാണ്. 8 പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന സംഗീതാർച്ചന അവസാനിപ്പിച്ച് പാറശാല ബി പൊന്നമ്മാൾ. ആരാണ്? പാറശാല ബി പൊന്നമ്മാൾ വിടവാങ്ങി. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യത്തെ വനിതാ അധ്യാപികയായിരുന്നു ആര്? പാറശാല ബി പൊന്നമ്മാൾ. എക്സാമിന് ചോദിക്കും. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരാണ്? പാറശാല ബി പൊന്നമ്മാളാണ്. തൃപ്പൂണിത്തുറ RLV കോളേജുകളിലെ ആദ്യ വനിതാ പ്രിൻസിപ്പലും ആരായിരുന്നു? നമ്മുടെ പാറശാല ബി പൊന്നമ്മാൾ ആയിരുന്നു. പാറശാല ബി പൊന്നമ്മാൾക്ക് 2017 പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുണ്ട്. പ്രശസ്ത നിശ്ചല ഛായാഗ്രഹനും ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾ നേടിയ ചലച്ചിത്ര സംവിധായകനുമായ ശിവൻ അന്തരിച്ചു. ചലച്ചിത്ര സംവിധായകരിൽ സഞ്ജീവ് ശിവൻ, സംവിധായകനും ഛായാഗ്രഹനുമായ സന്തോഷ് ശിവനൊക്കെ മക്കളായിട്ടുള്ളതാണ്. ഈ ശിവന്റെ മക്കളാണ്. ആദ്യ കേരള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങുൾപ്പെടെ പല ചരിത്ര മുഹൂർത്തങ്ങളും നമ്മുടെ ശിവന്റെ ക്യാമറയിലൂടെയാണ് ലോകം കണ്ടത്. കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് ബി എന്നിവ കൂടാതെ ഇനി മൊഡേണ വാക്സിനും ഇന്ത്യയിൽ ലഭ്യമാകും. അപ്പോൾ ഇന്ത്യയിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട വാക്സിനുകൾ ഏതൊക്കെയായിരിക്കും? കോവാക്സിൻ, കോവിഷീൽഡ്, സ്പുട്നിക് B1B, പിന്നെ മൊഡേണ. ഈ മൊഡേണ എന്ന് പറയുന്നത് പ്രമുഖ മരുന്ന് കമ്പനിയായ സിപ്ലയ്ക്കാണ് ഈ വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുമതി ലഭിച്ചത്. ഈ മൊഡേണ വാക്സിൻ 7 മാസം വരെ സൂക്ഷിച്ചു വെക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കാണ് കിട്ടിയത്? സിപ്ലയ്ക്കാണ് കിട്ടിയത്. റഷ്യയിലെ ചെബക്സറി ചലച്ചിത്രമേളയിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകൻ ജയരാജിന്റെ ഹാസ്യം എന്ന ചിത്രത്തിന്, ഏത് ചിത്രത്തിനാണ്? ഹാസ്യം എന്ന ചിത്രത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ നവരസം പരമ്പരയിലെ 8ാമത്തെ ചിത്രമാണ് ഹാസ്യം. അപ്പോൾ റഷ്യയിലെ ചെബക്സറി ചലച്ചിത്രമേളയിലാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകനായ ജയരാജിന്റെ ഹാസ്യം എന്ന ചിത്രത്തിന് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഏതാണ്? മികച്ച
തിരക്കഥയ്ക്കുള്ള പുരസ്കാരത്തിനാണ് ഹാസ്യം എന്ന ഫിലിമിന് ലഭിച്ചത്. ആർക്കാണ്? ജയരാജനാണ് കിട്ടിയത്. ഏഷ്യൻ സംസ്കാരം വളർത്തുന്ന പ്രവർത്തനങ്ങൾ മാനിച്ച് ജപ്പാനിലെ ഫുക്കുവോക്ക നഗരവും ഫുക്കുവോക്ക സിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ചേർന്ന് നൽകുന്ന 2021 ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസിന് പ്രമുഖ മാധ്യമപ്രവർത്തകൻ പി സായിനാഥ് അർഹനായി. പ്രമുഖ മാധ്യമപ്രവർത്തകനായ പി സായിനാഥിന് ഫുക്കുവോക്ക ഗ്രാൻഡ് പ്രൈസ് നേടി. ഏഷ്യൻ സംസ്കാരം വളർത്തുന്ന പ്രവർത്തനങ്ങൾ മാനിച്ചിട്ടാണ് ജപ്പാനിലെ ഫുക്കുവോക്ക നഗരവും ഫുക്കുവോക്ക സിറ്റി ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ചേർന്നിട്ട് ഇങ്ങനൊരു പ്രൈസ് കൊടുക്കുന്നത്. ഇത് ലഭിച്ചത് ആർക്കാണ്? പി സായിനാഥിനാണ്. ഇതുവരെ 11 ഇന്ത്യക്കാർക്കാണ് ഈ പുരസ്കാരം നേടിയിട്ടുള്ളത്. 1990 മുതലാണ് ഈ പുരസ്കാരം വിതരണം ചെയ്ത് തുടങ്ങിയത്. ഗ്രാൻഡ് പ്രൈസ് കൂടാതെ അക്കാഡമിക് പ്രൈസ്, ആർട്ട് പ്രൈസ് എന്നിവയും ഇവർ വിതരണം ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു ഗ്രാൻഡ് പ്രൈസിനാണ് നമ്മുടെ പി സായിനാഥിന് അർഹനാകാൻ കഴിഞ്ഞത്. നെക്സ്റ്റ്, വിയന്നയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസിന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ അർഹയായി. അപ്പോൾ കെ ശൈലജയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജൂലൈ മാസത്തിൽ അനൗൺസ് ചെയ്ത ഒരു പ്രൈസാണ് ഇത്. വിയന്നയിലെ സെൻട്രൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ വർഷത്തെ ഓപ്പൺ സൊസൈറ്റി പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന കെ ശൈലജയ്ക്കാണ്. അനിൽകാന്ത് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ഡൽഹി സ്വദേശിയാണ് അനിൽകാന്ത്. അപ്പോൾ അനിൽകാന്താണ് സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. ആരാണ്? അനിൽകാന്ത്. മുന്നേ സുരക്ഷാ കമ്മീഷണർ ആയിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകതയുണ്ട്, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ DGP ആണ് ആര്? നമ്മുടെ അനിൽകാന്ത്. അടുത്തത്, ആദ്യ ക്രിക്കറ്റ് ലോക ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയിൽ പരാജയപ്പെടുത്തി ന്യൂസിലാൻഡ് ചാമ്പ്യന്മാരായി. 2019 കളി തുടങ്ങിയത്. രണ്ടാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2020 ഓസ്ട്രേലിയയിൽ വെച്ച് ആരംഭിച്ച് 2021 അവസാനിക്കും. 2021 ആസ്ട്രേലിയ വെച്ചിട്ട് ആരംഭിച്ചിട്ട് 2022 അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലായിട്ട് വീണ്ടും അന്റോണിയോ ഗുട്ടറസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്.